ചാണ്ടിയുമ്മന്റെ വീട്ടിലെത്തിയ ഡിസിഷനെ കാണിക്കുന്നു. അതേ കരുതൽ അദ്ദേഹം കാണിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും. കേരളത്തെ നയിക്കുവാൻ ഏറ്റവും യോഗ്യനായ വ്യക്തിയാണ്. അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം. അല്പം വൈകിയാലും ശരിയായ തീരുമാനം പാർട്ടി എടുത്തു. പ്രത്യേകമായ നന്ദി ഇന്ന് ഞങ്ങളെ സന്ദർശിച്ചതിൽ. എല്ലാ ആശംസകളും എൻ്റെ മാതാവ് നേർന്നു. എൻ്റെ പിതാവിനെ പോലെ തന്നെ അതേപോലെ തന്നെ അതേ കഴിവോടെ അതേ പ്രാഗൽഭ്യത്തോടെ കേരളത്തെ നയിക്കും എന്ന് പൂർണ്ണമായ വിശ്വാസമുണ്ട്. കേരള ജനതയ്ക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകമായ നന്ദി. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ തീരുമാനം എടുക്കുന്നത്. നമുക്കൊരു സംവിധാനമുണ്ട്. ആ സംവിധാനം എല്ലാവരും ചേർന്നിട്ട് ആലോചിച്ച് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും. ഞാൻ ആരുടെയും കാര്യം പറയാൻ ഒരാളല്ല, ഒറ്റയ്ക്കല്ല തീരുമാനം എടുക്കുന്നത്, കൂട്ടായിട്ടാണ് തീരുമാനം എടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കുടുംബത്തിലേക്കാണ് എത്തിയത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുവർണകാലമായിട്ട് ഞാൻ ഇതുവരെ കണക്കാക്കിയിട്ടുള്ളത് 2006 മുതൽ 2011 വരെ എൻ്റെ നിയമസഭാ കാലമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ നിയമസഭയിൽ എനിക്ക് കിട്ടിയ അവസരങ്ങൾ കേരളത്തിൽ ഒരു നിയമസഭാ സാമാജികനും കിട്ടാത്ത അവസരങ്ങളാണ്. ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. മന്ത്രിമാർക്കെതിരായിട്ട് അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചത് ഉൾപ്പെടെയുള്ള നിരവധി. അന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി സാറായിരുന്നു. അദ്ദേഹം ഏറ്റവും കൂടുതൽ അവസരം തന്ന ഒരു ജനപ്രതിനിധിയായിരുന്നു ഞാൻ, MLA ആയിരുന്നു ഞാൻ. എന്നെ സത്യത്തിൽ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ അത് സതീശൻ അവതരിപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞ അത്രയും കോൺഫിഡൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലൊരു വലിയ നഷ്ടമായി ഞാൻ കണക്കാക്കുന്നത് മന്ത്രി VD സതീശൻ പ്രതികരിക്കുകയായിരുന്നു. ചാണ്ടിയുമ്മന്റെ വീട്ടിലെത്തിയ ശേഷമാണ് പ്രതികരണം എന്നത് ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുക കൂടി ചെയ്തിരിക്കുന്നു. ക്യാബിനറ്റ് ഡിസിഷനൊക്കെ അതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യമല്ല, അതിനൊക്കെ കൂട്ടായൊരു തീരുമാനമുണ്ടാകും എന്നുകൂടി പറയുകയായിരുന്നു VD സതീശൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.